അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ട് എങ്ങനെയാണ് ഷോൾ സ്കാലപ്പ് ചെയ്തെടുക്കുക നോക്കാട്ടോ. അപ്പോൾ ഇത് ഹാൻഡ് വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ലേസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ലേസും സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീഡ്സ് ഞാൻ ടോപ്പിൽ ചെയ്തെടുക്കാനാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഷോളിലേക്ക് ഞാൻ ആ ഒരു ലേസ് മാത്രമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഹാങ്ങിങ് ലേസും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഷോളിന് അതിൽ നിന്ന് 2.25 മീറ്റർ തുണിയുണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷിഫോണിലാണ് കേട്ടോ ചെയ്യണത്, ഷിഫോൺ മെറ്റീരിയലാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു എൻ്റെ വശം ഉണ്ടല്ലോ ഷോളിൻ്റെ അവിടെ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്, ആർച്ച് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ തലയിൽ ഇടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ മാത്രമാണ് കേട്ടോ ഞാൻ സ്കാലപ്പ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ ഗ്യാപ്പ് ഇടാം കേട്ടോ. ഇങ്ങോട്ട് ഉള്ളിലേക്കായിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ലേസാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വർക്കും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ നന്നായി ഇങ്ങനെ വളഞ്ഞ് കിട്ടുന്ന ഒരു ഷേപ്പിലുള്ള ലേസ് വാങ്ങിക്കുക കേട്ടോ. ചിലത് ഇങ്ങനെ വളയാത്ത ലേസുകളുണ്ടാവും. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ഷേപ്പിന് ഇങ്ങനെ വളഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാനിതാ ഒരു മാർക്ക് ചെയ്തില്ലേ, അതിൽ ഞാൻ ആ ഒരു അടയാളത്തിൽ കൂടെ ലേസിൽ ഗ്ലൂ തേച്ചിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഹാൻഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചെയ്യണില്ല. അപ്പോൾ നമുക്ക് അധികം ടൈമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ നമുക്ക് ലേസ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ തന്നെ സ്കാലപ്പിൻ്റെ ഫിനിഷിങ്ങും കിട്ടും, നല്ല ലുക്കും ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇനി ആ ഒരു എക്സ്ട്രാ ഭാഗം ഇട്ടിട്ടില്ലേ, നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ തുമ്പ് ഭാഗത്ത്, അതൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ആ കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്തില്ല. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ അയൺ സോൾഡറിങ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉരുക്കി കളഞ്ഞാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഫിനിഷായിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോൾ ആ ഒരു നൂലൊക്കെ ഉണ്ടാവില്ല, നൂലൊക്കെ അങ്ങനെ കാണാത്ത രീതിക്ക് തന്നെ നല്ല ഫിനിഷായിട്ട് ലേസുമ്പോൾ തട്ടാതെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ ആ ഒരു ഡിസൈനിൽ ഞാൻ ലേസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ തലയിലിടുന്ന ആ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ലേസ്. പിന്നെ അതുപോലെ തന്നെ ഈ ഷോളിൻ്റെ ഹാങ്ങിങ് സൈഡ് 2 സൈഡ് ഉണ്ടല്ലോ, ആ 2 സൈഡിൽ ഞാൻ വേറെ ലേസ് വെച്ചിട്ടുണ്ട്. ഹാങ്ങിങ് ലേസാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 സൈഡിലായിട്ട് ഹാങ്ങിങ് ലേസും വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, അത് പ്ലെയിൻ ആക്കിയിട്ടിട്ടേക്കാണ്. അപ്പോൾ ഈ ഹാങ്ങിങ് ലേസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഷോളിന് ഞാൻ ചെയ്തിട്ടുള്ള വർക്ക്. അപ്പോൾ ടോപ്പും പാൻറ്റൊക്കെ നമുക്ക് സിമ്പിളായാലും ഷോളിന് ഇതുപോലെ വർക്ക് ചെയ്തെടുത്താൽ തന്നെ അത്യാവശ്യം ലുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തെടുത്ത വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെയും ഷോളിൻ്റെ ഒക്കെ വർക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്